നമസ്കാരം. ലോക്സഭയിലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അസമയത്തും അസ്ഥാനത്തും നടത്തുന്ന വിദേശയാത്രകൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രാജ്യത്ത് ചർച്ചാ വിഷയമാവുകയാണ്. പക്ഷേ ഇപ്രാവശ്യം ഈ ചർച്ചയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്. സാധാരണഗതിയിൽ പലരും പറയുന്നത് രാഹുൽ ഗാന്ധി വിനോദസഞ്ചാരത്തിന് പോകുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് പറയുന്ന രഹസ്യ ഭാര്യയെയും മക്കളെയും കാണാൻ പോകുന്നു, അടിച്ചു പൊളിക്കാൻ പോകുന്നു എന്നൊക്കെയാണ്. പക്ഷേ ഇപ്രാവശ്യം ലഭിച്ചിരിക്കുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനത്തിന് മറ്റ് ചില ഉദ്ദേശങ്ങളുണ്ട് എന്നും അതൊരു പക്ഷേ രാജ്യ താൽപ്പര്യത്തിന് പോലും വിരുദ്ധമായതാകാൻ സാധ്യതയുണ്ട് എന്നുമുള്ള ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ടോ അത് വലിയ ചർച്ചാ വിഷയമായിട്ടില്ല താനും. ആ ഒരു ആസ്പെക്റ്റ് അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിലേക്കാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചാണ്. അദ്ദേഹം 2014 അധികാരം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം നടത്തിയ വിദേശയാത്രകളെ കേരളത്തിലെ മാധ്യമങ്ങൾ വെറുതെ വിട്ടിട്ടില്ല. അദ്ദേഹത്തെ നിരന്തരമായി വിമർശിക്കുന്ന ഒരു സമീപനമാണ് വിദേശയാത്രകളുടെ പേരിൽ. വിമർശനം മാത്രമല്ല, കളിയാക്കലായിരുന്നു, അപഹസിക്കലായിരുന്നു ഉണ്ടായിരുന്നത്. കേരളത്തിലെ ഒരു മുത്തശ്ശി പത്രമെന്ന് അഭിമാനിക്കുന്ന ഒരു പത്രം അദ്ദേഹത്തിൻ്റെ ഒരു വിദേശയാത്രയുടെ വാർത്ത തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ തലക്കെട്ട് തന്നെ ചമച്ചത് ഉലകം ചുറ്റും വാലിബൻ എന്നാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെക്കുറിച്ച് അദ്ദേഹം വിദേശത്ത് നടത്തുന്ന ഔദ്യോഗിക സന്ദർശനത്തെക്കുറിച്ചാണ് ഇത് എന്ന് ഓർക്കണം. ഉലകം ചുറ്റും വാലിബൻ എന്നാണ് അദ്ദേഹത്തെ അന്ന് വിശേഷിപ്പിച്ചത്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഭാരതത്തിൻ്റെ പ്രതിരോധത്തിലൂന്നിയിട്ടുള്ള സ്ട്രാറ്റജിക് അലയൻസുകൾക്കും സഖ്യങ്ങൾക്കും അതേപോലെ ചൈന ഈ മേഖലയിൽ നടത്തുന്ന വലിയ ആധിപത്യ ശ്രമങ്ങൾക്കും, അത് കടലിലും ആകാശത്തും ഭൂമിയിലും ഒക്കെ ചൈന നടത്തുന്ന നീക്കങ്ങൾക്കും ഒക്കെ എതിരെ സഖ്യകക്ഷികളെ ഉണ്ടാക്കാനും ചൈനയെ ഒതുക്കാനും അല്ലെങ്കിൽ ചൈനയെ പിടിച്ചു നിർത്താനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദേശയാത്രകളിലെ ഒരു വലിയ പങ്ക്. മറുപങ്കിലൂടെ അദ്ദേഹം എന്താണ് നേടിയത്? രാജ്യത്തിൻ്റെ ഒരു പ്രതിച്ഛായ ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ്. സംശയമുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ തിമിരം മാറ്റി വെച്ചിട്ട് ഏതെങ്കിലും ഒരു പ്രവാസിയോടെ, ഇന്ത്യൻ പാസ്പോർട്ടുള്ള ഒരു പ്രവാസിയോടെ ചോദിച്ചാൽ മതി. പക്ഷേ അതുപോലെയാണോ രാഹുൽ ഗാന്ധിയുടെ ഈ രഹസ്യ സന്ദർശനങ്ങൾ? ഒട്ടുമേ അല്ല. ഒരുപക്ഷെ കോൺഗ്രസിനകത്ത് പോലും വലിയ തോതിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ് അസമയത്തുള്ള രാഹുൽ ഗാന്ധിയുടെ ഈ തിരോധാനം. ശരിക്കും അദ്ദേഹം പൂർണ്ണമായിട്ടും ഇൻവിസിബിൾ ആകുന്നതാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അതും രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ ആ നിലയിൽ രാജ്യത്ത് ആവശ്യമുള്ള സമയത്താണ് രാഹുൽ ഗാന്ധി വളരെ പെട്ടെന്ന് അപ്രത്യക്ഷനാവുന്നത്. ഇന്നുവരെ സ്വന്തം പാർട്ടിയിലെ ആൾക്കാരോടോ സ്വന്തം പാർട്ടിയിലെ മറ്റ് നേതാക്കന്മാരോടോ അല്ലെങ്കിൽ രാജ്യത്തെ പൊതുജനങ്ങളോടോ ഞാൻ എവിടെ പോകുന്നു, എന്തിനു പോയി, എനിക്ക് വിശ്രമിക്കാൻ പോയതാണ്, ചികിത്സയ്ക്ക് പോയതാണ്, അല്ലെങ്കിൽ ആരെയെങ്കിലും കാണാൻ പോയതാണ് എന്നൊക്കെയുള്ള ഒരു വിശദീകരണം നമ്മളുടെയൊക്കെ ടാക്സ് കൊണ്ട് അല്ലെങ്കിൽ നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സ്വന്തമായി അദ്ദേഹം ജോലി ചെയ്ത് എന്തെങ്കിലും സമ്പാദിച്ചതായിട്ട് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിശദീകരണം പോലും ഈ രാജ്യത്തിന് കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് അദ്ദേഹത്തിന് ഇന്നേ വരെ തോന്നിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഒരു നേതാവിനും അത് ചോദിക്കാനുള്ള നട്ടെല്ലും ഉണ്ടായിട്ടില്ല. ഇനി അദ്ദേഹത്തിൻ്റെ ഈ വിദേശ സന്ദർശനങ്ങളും അല്ലാതുള്ള സന്ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ഒന്ന് രണ്ട് വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഈ അവസാനത്തെ സന്ദർശനത്തിൻ്റെ ദുരൂഹതയെക്കുറിച്ച് ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനങ്ങളെക്കുറിച്ച് 1-2 വർഷങ്ങൾ മുമ്പാണ് ഒരു കണക്ക് വന്നിട്ടുണ്ട്. 2015-നും 2019-നും ഇടയിൽ അദ്ദേഹം നടത്തിയ സന്ദർശനങ്ങൾ, യാത്രകളെന്ന് പറയുന്നത് 247 യാത്രകളാണ്. ഇത് വിദേശത്തും നമ്മുടെ രാജ്യത്തും ഒക്കെ ഉൾപ്പെടെയാണ്. എന്തിനാണ് അദ്ദേഹം ഇത്രയും വിദേശയാത്ര നടത്തുന്നത് എന്നുള്ള ചോദ്യമാണ് ഇത് ഈ ഒരു കണക്കിലുള്ളത്. ഈ കണക്ക് വെറുതെ പറയുന്ന കണക്കല്ല. CRPFൻ്റെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച കണക്കാണ്. അതായത് ഈ സെക്യൂരിറ്റിക്ക് വേണ്ടി എത്ര രൂപ ചിലവാകുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള കണക്കാണ്. ഇത് 2019 വരെയുള്ള കണക്കാണ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതാണ്. ഇനി അദ്ദേഹം അത് കൂടാതെ മറ്റ് പല യാത്രകളും നടത്തിയിട്ടുണ്ട്. ഈ യാത്രകളിലൊക്കെ അദ്ദേഹം ഒരു ദുരൂഹത വെച്ച് പുലർത്തുന്നുണ്ട്. പലപ്പോഴും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ചില പ്രോട്ടോക്കോളുകളുണ്ട്. അദ്ദേഹം രാജ്യത്തിൻ്റെ
പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത്. ആ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചില പ്രൊസീജിയറുകളുണ്ട്, ചില പ്രോട്ടോക്കോളുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ഉയർന്ന ലെവലിലുള്ള പ്രൊട്ടക്ഷനുള്ള ഒരു നേതാവിന് സാധാരണ Z+ സെക്യൂരിറ്റിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ സെക്യൂരിറ്റി മാത്രമല്ല അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്, അദ്ദേഹത്തിന് അതോടൊപ്പം തന്നെ അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസൺ എന്ന് പറഞ്ഞ ഒരു ഏർപ്പാടുണ്ട്, ASL. ഈ ഒരു ടീം ഇദ്ദേഹം എവിടെയൊക്കെ പോകുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കുകയും അദ്ദേഹത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഉറപ്പുവരുത്തുകയും പറ്റുമെങ്കിൽ അതാത് രാജ്യങ്ങളിലെ രഹസ്യാന്വേഷണ ഏജൻസികളുമായിട്ടൊക്കെ സംസാരിക്കുകയും ഒരു ലൈസൺ വെക്കുകയും ഒക്കെ ചെയ്യും. കാരണം എന്താണ്, ചെല്ലുന്ന VIP-ക്ക് സെക്യൂരിറ്റി കൊടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ASL ടീമും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം CRPFൻ്റെ ഈ VIP സെക്യൂരിറ്റിയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയ്ക്കും അതേപോലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്കും കത്തെഴുതിയിരിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. രാഹുൽ ഗാന്ധി പലപ്പോഴും ഈ പ്രോട്ടോക്കോളിന് സഹായകരമായ നിലപാടല്ല സ്വീകരിക്കുന്നത്. അദ്ദേഹം പലപ്പോഴും രഹസ്യമായി അപ്രത്യക്ഷനാകുന്നു. അതുകൊണ്ട് ഈ പ്രോട്ടോക്കോൾ പാലിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവന് ഒരു പക്ഷേ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മുൻകൂർ ജാമ്യം എടുത്തതാണ്. ഈ മനുഷ്യൻ കുട്ടി നിക്കറുമൊക്കെ ഇട്ട് സ്കൂട്ടറിലൊക്കെ കറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ പബ്ബിലുണ്ടായിട്ട് ഉള്ള കാഴ്ചകളും നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അത്തരം സ്ഥലങ്ങളിലാണ് അദ്ദേഹം പോകുന്നത്. ഇതൊന്നും CRPFനെയും കൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളല്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ഹോട്ടലിൽ നിന്ന് മുങ്ങുക. അതുതന്നെ ആയിരിക്കണം ഇവിടെ നടന്നിട്ടുള്ളത്. ഈ CRPFൻ്റെ കത്തിൽ പറഞ്ഞിരിക്കുന്ന കുറേ സന്ദർശനങ്ങളുണ്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വിയറ്റ്നാമിൽ മാർച്ച് 12 മുതൽ 17 വരെ നടത്തിയ സന്ദർശനമാണ്, ഈ വർഷത്തെ കണക്കാണ്. ഇറ്റലിയിൽ കഴിഞ്ഞ വർഷം ഡിസംബർ 30 മുതൽ ജനുവരി 9 വരെ നടത്തിയ സന്ദർശനം. ദുബായിൽ ഈ വർഷം ഏപ്രിൽ 17 മുതൽ 23 വരെ നടത്തിയ സന്ദർശനം. ഖത്തറിൽ ജൂൺ 11 മുതൽ 18 വരെ നടത്തിയ സന്ദർശനം. ലണ്ടനിൽ ജൂൺ 25 മുതൽ ജൂലൈ ആദ്യവാരം വരെ. അതേപോലെ മലേഷ്യയിൽ ഇപ്പോൾ ഏറ്റവും അവസാനത്തേത് സെപ്റ്റംബർ 4 മുതൽ 8 വരെ നടത്തിയ സന്ദർശനം. ഈ സന്ദർശനങ്ങളിലെല്ലാം തന്നെ ഇദ്ദേഹം പ്രോട്ടോക്കോൾ പാലിക്കാതെ പലപ്പോഴും മുങ്ങിയിട്ടുണ്ട് എന്നാണ് CRPF ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കത്ത്. ഈ കത്ത് അതിൻ്റെ കോപ്പി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും തീർച്ചയായിട്ടും അവർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പൂർണ്ണ തോതിൽ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ അല്ലെങ്കിൽ ഉറപ്പാക്കാൻ പറ്റുന്നില്ല, അതിന് കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ മുങ്ങലാണ് എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. എന്തിനാണ് രാഹുൽ ഗാന്ധി ഇത്രയും സന്ദർശനങ്ങൾ നടത്തുന്നത്? ഈ ചില രാജ്യങ്ങളിലേക്ക് ആവർത്തിച്ച് സന്ദർശനങ്ങൾ നടത്തുന്നത്. ഖത്തറിൽ പോകുന്നുണ്ട്, വിയറ്റ്നാമിൽ പോകുന്നുണ്ട്, മലേഷ്യയിൽ പോകുന്നുണ്ട്. ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ, അതിപ്പോൾ രാഹുൽ ഗാന്ധി അങ്ങനെ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ പല രാജ്യങ്ങളിലും ഇന്ത്യയുടെ പല കാലത്തുമുള്ള നമ്മളുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഒന്നുകിൽ ഈ പറയുന്നത് പോലെ NGOമാർ, തീവ്രവാദത്തെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന ചില NGOs ഒക്കെ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഖത്തറെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിൽ കള്ളപ്പണ ഇടപാടിനും മയക്കുമരുന്നും ബിസിനസ്സിനും വളരെ പേരുകേട്ട മലേഷ്യ, വിയറ്റ്നാം പോലെയുള്ള രാജ്യങ്ങളിൽ നമ്മളുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്തിനാണ് ഫ്രീക്വൻ്റായി സന്ദർശനം നടത്തുന്നത്? ഇത് നമ്മൾ ചോദിച്ചേ മതിയാവും, അതിന് അദ്ദേഹം ഉത്തരം തന്നേ മതിയാവും. പക്ഷേ എനിക്കിതിനൊന്നും ഉത്തരം തരേണ്ട ഒരു ബാധ്യതയും ഇല്ല എന്ന മട്ടിലാണ് ശ്രീ രാഹുൽ ഗാന്ധി നടക്കുന്നത്. അദ്ദേഹത്തോട് അത് ചോദിക്കാൻ ആർക്കും ധൈര്യമില്ല താനും. ഇനി രണ്ടാമത്തെ കാര്യം ഇദ്ദേഹത്തിൻ്റെ അസമയത്തുള്ള ഈ യാത്രകളാണ്. അസമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് അർദ്ധരാത്രി ഇറങ്ങിപ്പോകുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ രാജ്യത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോൾ ബീഹാറിൽ അദ്ദേഹവും തേജസ്വി യാദവും കൂടെ ചേർന്ന് വോട്ട് അധികാര യാത്രയൊക്കെ നടത്തി വലിയ തോതിൽ കുറേ ദിവസം വെയിൽ കൊണ്ടപ്പോഴാണ് അദ്ദേഹം അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ നേരെ മലേഷ്യയിലേക്ക് അദ്ദേഹം വെച്ചുപിടിച്ചത്. ഇനി ഈ സമയം അതിന് പറ്റിയ സമയമാണോ എന്ന ചോദ്യം, അതായത് ബീഹാറിലെ ഇലക്ഷൻ രംഗം കൊഴുക്കുന്ന ഈ സമയത്ത് തന്നെ, രാഷ്ട്രീയ പോരാട്ടം തീപിടിക്കുന്ന സമയത്ത് തന്നെ ഇദ്ദേഹം എന്തിനാണ് വെച്ചുപിടിച്ച് മലേഷ്യയ്ക്ക് പോയത് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ട്. അതിൽ സഖ്യകക്ഷികൾക്ക് അമർഷമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതവിടെ നിൽക്കട്ടെ. മറുവശത്ത്
പഞ്ചാബിൽ ഫ്ലഡ് ഉണ്ടായിരിക്കുകയാണ്. പഞ്ചാബിൽ വലിയ തോതിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്, വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസമാണ് പഞ്ചാബിലെ ഈ പ്രളയബാധിത പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുകയൊക്കെ ചെയ്തത്. ആ സമയത്ത് ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കാതെയാണ് ഇദ്ദേഹം പോയത് എന്നുള്ളത് പഞ്ചാബ് ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയും വലിയ തോതിൽ വിമർശിക്കാൻ കാരണമായിട്ടുണ്ട്. ഇനി ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇദ്ദേഹത്തിൻ്റെ ഇത്തരം അസമയത്തുള്ള യാത്ര. പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗ് മരിച്ച് 7 ദിവസത്തെ ദുഃഖാചരണം നടന്നുകൊണ്ടിരുന്ന 2022-ലും ഇദ്ദേഹം ഇതുപോലെ നിന്ന നിപ്പി രാജ്യം വിട്ടുപോയത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അന്നും കോൺഗ്രസ് ഒരക്ഷരം ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല, ആരുമൊട്ട് അദ്ദേഹത്തോട് ചോദിക്കാൻ ധൈര്യപ്പെട്ടുമില്ല. ഇത് ഇദ്ദേഹത്തിൻ്റെ യാത്രകളുടെ പശ്ചാത്തലമാണ്. ഇനി ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഈ മലേഷ്യ യാത്രയിലേക്ക് വരാം. മലേഷ്യയിൽ അദ്ദേഹം പോയത് മലേഷ്യയുടെ ഒരു തുമ്പത്തുള്ള ലങ്കാവി എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. അവിടെ നിരവധി സന്ദർശകരെത്തുന്ന ഒരു സുഖവാസ കേന്ദ്രമാണ് ലങ്കാവി. പക്ഷേ ഇദ്ദേഹം അവിടെ സുഖവാസത്തിന് മാത്രമാണോ പോയത് എന്ന സംശയം രാജ്യത്തിൻ്റെ ചില പ്രതിരോധ വിദഗ്ധർ ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് വളരെ പെട്ടെന്ന് നോക്കാം. നിങ്ങൾ ഈ മാപ്പ് നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ലങ്കാവി ഇരിക്കുന്നത് മലേഷ്യയുടെ ഒരു മുകൾ ഭാഗത്ത്, ഏതാണ്ട് പശ്ചിമ ഭാഗത്താണ് ഇരിക്കുന്നത്. ഈ ലങ്കാവിക്ക് നിക്കോബാർ ഐലൻഡിൻ്റെ, ഭാരതത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഭാരതത്തിൻ്റെ ഭാഗമായ നിക്കോബാർ ഐലൻഡിലെ ഏറ്റവും അറ്റത്തെ പോയിൻ്റ്, ഇന്ദിരാ പോയിൻ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്, ആ ഇന്ദിരാ പോയിൻറ്റിനോട് വളരെ ചേർന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ നിക്കോബാർ ഐലൻഡിൻ്റെ സ്ഥലമാണ് ഈ ലങ്കാവി എന്ന് പറയുന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രം. കേവലം 100 കിലോമീറ്റർ മാത്രമേ ഇത് രണ്ടും തമ്മിൽ ദൂരമുള്ളൂ, കടലിലൂടെ ദൂരമുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഭാരതം ഇപ്പോൾ നിക്കോബാർ ഐലൻഡിൽ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഭാരതത്തിലെ ഏറ്റവും ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ്, കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിയിലെ വല്ലാർപാടം പ്രോജക്റ്റാണ്. അതിനേക്കാളും വലിയ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ നമ്മളിപ്പോൾ നിക്കോബാർ ഐലൻഡിൽ കൊണ്ടുവരികയാണ്. അത് കൊണ്ടുവരുന്നത് ഒരു വലിയ സ്ട്രാറ്റജിക് ഡിസിഷനാണ് എന്നും ഭാരതത്തിൻ്റെ കച്ചവട രംഗത്ത്, അതായത് ഇതുപോലെയുള്ള ട്രേഡ് രംഗത്ത് ഭാരതത്തിൻ്റെ നില വലിയ തോതിൽ മെച്ചപ്പെടുത്തുമെന്നും എല്ലാവരും അഭിപ്രായപ്പെടുന്നുണ്ട്. നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും കാലം നമ്മൾ പൂർണ്ണമായി അവഗണിച്ചിരുന്ന ഒരു സ്ഥലമാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. അവിടെ വലിയ തോതിൽ വികസനം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുപോലെ ഈ വലിയൊരു ടെർമിനൽ വരുന്നതോടുകൂടി അത് ഭാരതത്തിന് മുഴുവൻ എല്ലാ അർത്ഥത്തിലും വലിയ ഗുണമുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലാക്ക സ്ട്രെയിറ്റ് എന്ന് പറയുന്ന മലാക്ക കടലിടുക്ക്, അത് ലോകത്ത് നടക്കുന്ന കടൽ വഴി നടക്കുന്ന വ്യാപാരത്തിൻ്റെ 25 മുതൽ 30% നടക്കുന്നത് ഈ മലാക്ക കടലിടുക്കിലൂടെയാണ്. ഇത് ചൈനയുടെ ഒരു ജീവനാഡിയാണ്. ഈ മലാക്ക കടലിടുക്കിലൂടെയുള്ള വ്യാപാരത്തിൽ ചൈനയ്ക്കാണ് ഏറ്റവും പ്രയോജനം. പക്ഷേ ആ പ്രയോജനം ഇങ്ങനെ ഒരു ടെർമിനൽ വന്നു കഴിഞ്ഞാൽ അത് ഭാരതത്തിന് ഗുണമാവും, ചൈനയ്ക്ക് അതൊരു വലിയ പേടി സ്വപ്നവുമാണ്. ഈ ടെർമിനൽ വരുന്നതിനോട് ആർക്കാണ് എതിർപ്പ് എന്നുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ശ്രീമതി സോണിയാഗാന്ധിയെ നമുക്കെല്ലാവർക്കും അറിയാം. അവർ പൊതുവെ നിശബ്ദയാണ്. കർട്ടന് പുറകിൽ നിന്ന് കരുക്കൾ നീക്കുകയാണ് അവർ എപ്പോഴും ചെയ്യുന്നത്. എല്ലാ അർത്ഥത്തിലും അങ്ങനെ തന്നെയായിരുന്നു 2014 വരെ. രാജ്യം ഭരിക്കുന്നത് അവരാണെങ്കിലും അവർ ഒരിക്കലും വാർത്തകളിൽ വരില്ല. അവർ പല വിഷയങ്ങളിലും പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ, ഏറ്റവും അവസാനം നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും അവർ കാര്യമായ ഒരു പ്രതികരണം നടത്തിയതായിട്ട് എൻ്റെ ഒന്നും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ നിരവധി വിഷയങ്ങളിൽ. പക്ഷേ വളരെ ശക്തമായി ശ്രീമതി സോണിയാഗാന്ധി രംഗത്ത് വന്നിട്ടുള്ള വിഷയമാണ് ഈ നിക്കോബാർ ഐലൻഡിലെ ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലിനെതിരെ. അവർ അതിന് പറയുന്ന കാരണം അത് വലിയ തോതിൽ അവിടെ ബയോളജിക്കലായിട്ടുള്ള പ്രകൃതി വിഭവങ്ങളുടെ നാശത്തിന് കാരണമാകുമെന്നുള്ള ന്യായമാണ് അവർ പറയുന്നത്. സോണിയാഗാന്ധിയോടൊപ്പം ഇതിനു വേണ്ടി ഈ പ്രോജക്റ്റ് എതിർക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് പതിവ് കളിക്കാരാണ്. ആ പതിവ് കളിക്കാരിൽ അന്താരാഷ്ട്ര NGOമാരുണ്ട്,
ചില പരിസ്ഥിതിവാദികളുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. സോണിയാഗാന്ധിയാണ് ഇതിലെ ശക്തമായി ഈ പ്രോജക്റ്റിനെതിരായിട്ട് നിൽക്കുന്നത്. അവിടുത്തെ ജനങ്ങളെ ബാധിക്കുമെന്നാണ് പറയുന്നത്. ആ പ്രദേശത്ത് ഏതാണ്ട് 200 പേര് മാത്രമാണ് ജീവിക്കുന്നതെന്നാണ് ഒരു കണക്ക് ഞാൻ കേട്ടത്. അപ്പോൾ എന്തായാലും അവിടെ വലിയ തോതിൽ പരിസ്ഥിതി ആഘാതം ഉണ്ടാകും, വലിയ തോതിൽ പരിസ്ഥിതി നാശപ്പെടുമെന്നൊക്കെ പറഞ്ഞ് ആ പ്രോജക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ് സോണിയാഗാന്ധി. അത് നിക്കോബാർ ഐലൻഡിലാണ്. നിക്കോബാർ ഐലൻഡിന് തൊട്ടിപ്പുറത്തുള്ള ലങ്കാവിയിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ ഓടിയെത്തിയത്. ഈ ലങ്കാവിയിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം, അവിടെ ടൂറിസ്റ്റുകളുടെ സീസൺ എന്ന് പറയുന്നത് നവംബർ മുതൽ ഫെബ്രുവരി വരെയോ മറ്റോ ആണ്. ഇപ്പോൾ നവംബറുമായിട്ടില്ല, ഫെബ്രുവരിയുമല്ല. എന്തായാലും ലങ്കാവിയിൽ ഓടിയെത്തി രാഹുൽ ഗാന്ധി. തൊട്ടപ്പുറത്തുള്ള നിക്കോബാർ ഐലൻഡിലെ വലിയ ഒരു പ്രോജക്റ്റ്, ഭാരതത്തിൻ്റെ ഭാവി തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു വലിയ പ്രോജക്റ്റ് വരുന്നതിൽ വലിയ തോതിൽ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ഭാരതം ഇന്ന് സമ്മർദ്ദം നേരിടുന്നുണ്ട്. ആ സമ്മർദ്ദത്തിന് ചുക്കാൻ പിടിക്കുന്നത് ശ്രീമതി സോണിയാഗാന്ധിയുമാണ്. ഇത് രണ്ടും കൂടി ബന്ധപ്പെടുത്തി നോക്കിയാൽ തന്നെ എന്തോ എവിടൊക്കെയോ ചീഞ്ഞു നാറുന്നു എന്നുള്ളത് കൃത്യമാണ്. എന്തായാലും ശ്രീ രാഹുൽ ഗാന്ധിയുടെ വിദേശ യാത്രകൾ എന്ന് പറയുന്നത് അങ്ങനെ നമ്മളെല്ലാം കരുതുന്ന പോലെ ബാർ ഹോട്ടലുകൾ സന്ദർശിക്കാനോ അല്ലെങ്കിൽ വിനോദസഞ്ചാരത്തിനോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സിനെ കാണാനോ ഒന്നുമല്ല, മറിച്ച് മറ്റ് കൃത്യമായ ചില പദ്ധതികളുടെ ഭാഗമാണ് എന്നുകൂടി സംശയിക്കാൻ ഈ പറയുന്ന ലങ്കാവി യാത്ര ഒരു കാരണമായിട്ടുണ്ട്. അത് അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും ഇപ്പോൾ ചർച്ചാ വിഷയവുമാണ്. നമസ്കാരം.